എല്ലാവർക്കും ദ ടീച്ചർ എഡ്യൂക്കേറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക്കാണ് എഡ്യൂക്കേഷൻ എന്നാൽ എന്ത്, എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എന്ന വാക്ക് ഉണ്ടായത്, ഡിഫറെന്റ് ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷൻ. ഇതിൽ ഫോർമൽ, ഇൻഫോർമൽ ആൻഡ് നോൺ ഫോർമൽ എഡ്യൂക്കേഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. നമുക്ക് വീഡിയോ കാണാം. The word education has three roots in Latin language. എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന പദം ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തത്. 3 ലാറ്റിൻ പദം ആണ് സാധാരണ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് ഈ എഡ്യൂക്കേഷൻ എന്ന വേർഡ് വരുമ്പം. ഏതൊക്കെയാണ്? എഡ്യൂക്കേറ്റം, അതിൻ്റെ അർത്ഥം ടു ട്രെയിൻ ഓർ ആർട്ട് ഓഫ് ടീച്ചിങ് എന്നാണ്, പരിശീലനം നൽകുക എന്നുള്ളതാണ് എഡ്യൂക്കേറ്റം എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. എഡ്യൂസിയർ, ടു ഡ്രോ ഔട്ട്. എഡ്യൂസിയർ എന്ന് വെച്ചാൽ എന്താ? ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. എന്താണ് പുറത്തേക്ക് എടുക്കുന്നത്? ടു ഡ്രോ ഔട്ട് ദ ഇന്നർ പവേഴ്സ് ഓഫ് ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തേക്ക് എടുക്കുക എന്ന അർത്ഥം വരുന്ന എഡ്യൂസിയർ എന്ന പദത്തിൽ നിന്നാകാം. ഓർ ഫ്രം ദ ലാറ്റിൻ വേർഡ് എഡ്യൂക്കെയർ, ടു ബ്രിങ് അപ്പ് ഓർ ടു ഡെവലപ്പ്. എഡ്യൂക്കെയർ എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം എന്താണ്? ടു ബ്രിങ് അപ്പ്, വളർത്തിയെടുക്കുക. ഇങ്ങനെയുള്ള അർത്ഥം വരുന്ന എഡ്യൂക്കേറ്റം, എഡ്യൂസിയർ, എഡ്യൂക്കെയർ, ഈ 3 ലാറ്റിൻ പദങ്ങളെ ബേസ് ചെയ്താണ് എഡ്യൂക്കേഷൻ എന്നുള്ള ഇംഗ്ലീഷ് വേർഡ് ഒറിജിനേറ്റ് ചെയ്തത്. Thus, drawing out of the innate capacities of the individual to develop his personality to the full by training or teaching is education. എന്തായിരിക്കും എഡ്യൂക്കേഷൻ? ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള കഴിവുകളെ വേണ്ടവിധം പുറത്തേക്ക് എടുത്ത് നല്ല രീതിയിൽ പരിശീലനം നൽകി അവൻ്റെ സ്വഭാവത്തിൽ നല്ല രീതിയിലുള്ള പുരോഗതി ഉണ്ടാക്കിയെടുക്കുന്ന കാര്യത്തിനാണ് വിദ്യാഭ്യാസം നൽകുക, അല്ലെങ്കിൽ ടു എഡ്യൂക്കേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ജനനം മുതൽ മരണം വരെ നമ്മൾ പഠിക്കുന്ന ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങളും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. എഡ്യൂക്കേഷൻ ഈസ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. നമ്മുടെ ജീവിതത്തിലുടനീളം സംഭവിക്കുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസം നേടുക എന്നുള്ളത്. അത് 3 ഏജൻസികളോടെയാണ് നടക്കുന്നത്, അല്ലെങ്കിൽ 3 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട്. ഫോർമൽ, നോൺ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. ഫോർമൽ എഡ്യൂക്കേഷൻ ഔപചാരിക വിദ്യാഭ്യാസം, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അനൗപചാരിക വിദ്യാഭ്യാസം, ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആനുഷംഗിക വിദ്യാഭ്യാസം. ഈ 3 ടൈപ്പ് എഡ്യൂക്കേഷനാണ്, അല്ലെങ്കിൽ 3 തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് ഒരു വ്യക്തിക്ക് ജനനം മുതൽ മരണം വരെ ലഭിക്കുന്നത്. ഫസ്റ്റ് വൺ, ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഔപചാരിക വിദ്യാഭ്യാസം. It is consciously and deliberately planned system of education to bring about specific behavioral changes in the individual. എന്താണ് ഔപചാരിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഫോർമൽ എഡ്യൂക്കേഷൻ, കോൺഷ്യസ് ആൻഡ് ഡെലിബറേറ്റ്ലി പ്ലാൻഡ് സിസ്റ്റം. നമ്മൾ മനഃപൂർവ്വം വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന വിദ്യാഭ്യാസ വ്യവസ്ഥയെയാണ് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഹയറാർക്കലി സ്ട്രക്ചേർഡ് ആൻഡ് ക്രോണോളജിക്കലി ഗ്രേഡഡ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. എങ്ങനെയാണ് ഈ ഫോർമൽ എഡ്യൂക്കേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ഹയറാർക്കലി അറേഞ്ച്ഡ്, പടിപടിയായിട്ട് ഉയർന്നു വരുന്ന രീതിയിലാണ് ഫോർമൽ എഡ്യൂക്കേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. It is pre-planned by the society with definite aims and is imparted in schools, colleges and universities which are established for systematic education. ഔപചാരിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഫോർമൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് പ്രീ പ്ലാൻഡ്, നേരത്തെ തയ്യാറാക്കിയ ഒരു സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ഒരു കരിക്കുലത്തെ ബേസ് ചെയ്താണ് നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് 1ാം ക്ലാസ്സിലുള്ള കുട്ടിക്കാണെങ്കിൽ ആ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ആയിരിക്കും. ഇറ്റ് ഈസ് ഹൈലി സ്ട്രക്ചേർഡ്, ഓർഗനൈസ്ഡ്, പ്രീ പ്ലാൻഡ്. എങ്ങനെയൊക്കെയാണ്? നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് കരിക്കുലം ഉണ്ടായിരിക്കും, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അറേഞ്ച് ചെയ്തിരിക്കും, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഫ്രെയിം ചെയ്തിട്ട് ഓർഗനൈസ് ചെയ്ത ഒരു സിസ്റ്റത്തെയാണ് ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഏജൻസീസ് ഓഫ് ഫോർമൽ എഡ്യൂക്കേഷൻ? സ്കൂൾസ്, കോളേജസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ്. നിഷ്കൃഷ്ടമായ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടി നിശ്ചിത നിയമാവലികൾക്ക് വിധേയമായി ബോധപൂർവം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ് ഔപചാരിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഫോർമൽ എഡ്യൂക്കേഷൻ. അടുത്തതാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആനുഷംഗിക വിദ്യാഭ്യാസം. ഇറ്റ് ഈസ് റിയലി എ ലൈഫ് ലോങ് എഡ്യൂക്കേഷൻ. ജനനം മുതൽ മരണം വരെ നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആനുഷംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻസിഡൻ്റൽ, ഇൻഡയറക്റ്റ് ആൻഡ് സ്പോണ്ടേനിയസ്. നമുക്ക് അറിയാതെ നമുക്ക് ലഭിക്കുന്ന, നമ്മൾ പോലും അറിയുന്നില്ല നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്ന്, അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തെയാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് പ്രീ പ്ലാൻഡ് ആൻഡ് സ്ട്രക്ചേർഡ് ആൻഡ് നോ സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് ആർ ദെയർ ടു ഇമ്പാർട്ട് ദിസ് എഡ്യൂക്കേഷൻ. നമുക്ക് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പാഠ്യപദ്ധതിയോ ഒരു കരിക്കുലോ ക്ലാസ് റൂം ആക്ടിവിറ്റീസോ ഒന്നുമില്ല നമുക്ക് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ. എങ്ങനെയാണ്? ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസികളും ഇല്ല. പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ലഭിക്കുന്നത്? ഫ്രം അവർ ഫാമിലി മെമ്പേഴ്സ്,
പിയർ ഗ്രൂപ്പ്, കമ്മ്യൂണിറ്റി, പ്രസ്, ലൈബ്രറീസ്, TV, എക്സെട്ര. ഏതൊക്കെയാണ് ഏജൻസീസ് ഓഫ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആനുഷംഗിക വിദ്യാഭ്യാസം ലഭിക്കുന്ന ഏതിലൂടെയാണ്? നമ്മുടെ കുടുംബത്തിലൂടെ, കൂട്ടുകാരിലൂടെ, നമുക്ക് പത്രങ്ങളിലൂടെയോ TV-യിലൂടെയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെയോ ഒക്കെ ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിനെയാണ് ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പഠിക്കാനുള്ള നിബന്ധനകളോ നിയമാവലികളോ ഇല്ലാതെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തെയാണ് ആനുഷംഗിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് നോൺ ഫോർമൽ അല്ലെങ്കിൽ അനൗപചാരിക വിദ്യാഭ്യാസം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. It is the organized provision of learning opportunities outside the formal system, covering a person's lifetime and programmed to meet a specific need. നമ്മുടെ വിദ്യാഭ്യാസം എന്ന ചട്ടക്കൂടിൻ്റെ പുറത്ത് ഉള്ള ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതൊരു ലൈഫ് ലോങ് എഡ്യൂക്കേഷനാണ്. അതായത് നമുക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റാത്തോ അല്ലെങ്കിൽ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പോയി പഠിക്കാൻ പറ്റാത്തവർക്ക് മറ്റ് രീതികളിലൂടെ പഠിക്കാനുള്ള ഒരു മാർഗത്തിനെയാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. Non-formal education is an organized provision of learning for specific purpose and need. നമുക്കൊരു പ്രത്യേക ലക്ഷ്യത്തിലെത്താനോ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേക ആവശ്യങ്ങൾക്കോ വേണ്ടി തയ്യാറാക്കി ഉള്ളതാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്യാരിഡ് ഓൺ ഔട്ട്സൈഡ് ദ ഫോർമൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ, ബട്ട് ഇറ്റ് ഈസ് കോൺഷ്യസ്ലി ആൻഡ് ഡെലിബറേറ്റ്ലി ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക്കലി ഇംപ്ലിമെൻറ്റഡ്. കൃത്യമായി തയ്യാറാക്കിയ ഒരു കരിക്കുലവും കണ്ടന്റും ടീച്ചിങ് മെത്തേഡ്സും ലേണിംഗ് മെത്തേഡ്സും എക്സാമിനേഷൻ സിസ്റ്റം ഒക്കെ ഉള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ഈസ് ഹൈലി ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ. ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ വിത്ത് റിഗാർഡ് ടു ടൈം, പ്ലേസ്, മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ, കരിക്കുലം എക്സെട്ര. ഫ്ലെക്സിബിലിറ്റി എന്താണ്? നമുക്ക് നമ്മുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സമയത്തിനോ അനുസരിച്ച് മാറ്റം വരുത്തി ചെയ്യാവുന്നൊരു കാര്യമാണ് ഈ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അനൗപചാരിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ വിത്ത് ടൈം, ഏത് സമയത്ത് വേണമെങ്കിലും പഠിക്കാം. നമ്മൾ സാധാരണ സ്കൂള്, കോളേജ്, യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെങ്കിൽ രാവിലെ 9:30 തൊട്ട് 4 മണി വരെ അല്ലെങ്കിൽ ഒരു ടൈം ഷെഡ്യൂൾ ഫിക്സഡ് ആണ്. പക്ഷേ ഈ നോൺ ഫോർമൽ എഡ്യൂക്കേഷനിൽ അങ്ങനെ ഒരു ടൈം ഷെഡ്യൂൾ ഫിക്സഡ് അല്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ പഠിക്കാം. സ്റ്റഡി മെറ്റീരിയൽസ് അവർ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് നമ്മുടെ സമയം അനുസരിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പ്ലേസ്, കറക്റ്റ് ആയിട്ടുള്ളൊരു സ്കൂളോ കോളേജോ യൂണിവേഴ്സിറ്റിയോ അങ്ങനത്തെ ഉള്ള സ്ട്രക്ചറൽ ബിൽഡിംഗ് ഫെസിലിറ്റീസ് പലപ്പോഴും ഈ നോൺ ഫോർമൽ എഡ്യൂക്കേഷന് ഇല്ല. ദെൻ മോഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് കരിക്കുലം, എങ്ങനെയാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ പലപ്പോഴും ഉണ്ടാവാറില്ല. ഓൺലൈൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്തിട്ട് പഠിക്കുകയോ അങ്ങനെയൊക്കെയാണ് സാധാരണ നോൺ ഫോർമൽ എഡ്യൂക്കേഷനിൽ ഉള്ളത്. അതുകൊണ്ടാണ് അതിനെ ഹൈലി ഫ്ലെക്സിബിൾ ഇൻ നേച്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ഓപ്പൺ സ്കൂൾസ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എക്സെട്ര. കേരളത്തിൽ കാൻഫെഡ്, കേരള അസോസിയേഷൻ ഫോർ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, ഗ്രന്ഥശാല സംഘം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏജൻസീസാണ്. അഡൾട്ട് ഫങ്ഷണൽ ലിറ്ററസി പ്രോഗ്രാം, കറസ്പോണ്ടൻസ് കോഴ്സസ്, ഓപ്പൺ സ്കൂൾസ്, സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ പ്രോഗ്രാം ഇതെല്ലാം നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ വീഡിയോയിൽ എന്താണ് എഡ്യൂക്കേഷൻ എന്ന വേർഡ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഇതിനെ ലൈഫ് ലോങ് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പഠിച്ചു. ഏതൊക്കെയാണ്? 3 ഫോംസ് ആണുള്ളത്. ഫോർമൽ അല്ലെങ്കിൽ ഔപചാരികം, നോൺ ഫോർമൽ അനൗപചാരികം, ഇൻഫോർമൽ ആനുഷംഗികം. ഈ 3 ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനും അതിനുള്ള എക്സാമ്പിൾസും നമ്മൾ പഠിച്ചു. ഇതിൽ എക്സാമിന് സാധാരണയായിട്ട് വരുന്നത് ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷനിൽ ഏതെങ്കിലും ഒരു ഏജൻസി തരും, എന്നിട്ട് ഇത് ഏത് ടൈപ്പ് എഡ്യൂക്കേഷൻ ആണെന്ന് ചോദിക്കും. ഇപ്പോൾ ഫാമിലി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്ന് കൊടുത്തിട്ട് ഫോർമൽ, നോൺ ഫോർമൽ, ഇൻഫോർമൽ, നൺ ഓഫ് ദ എബവ് എന്നായിരിക്കും തരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കറക്റ്റായിട്ട് ഇതിൽ ഏത് ഏജൻസിയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഡിഫറെൻറ്റ് ഏജൻസീസ് ഓഫ് എഡ്യൂക്കേഷൻ ചോദിക്കാറുണ്ട്. അതിൽ എസ്പെഷ്യലി ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഏജൻസീസ്, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കണം. ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ്റെ ബേസിക് കോൺസെപ്റ്റിൽ പഠിക്കാനുള്ളത്. ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ദ ടീച്ചർ എഡ്യൂക്കേറ്റർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ പ്രസ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറക്കാതെ നിങ്ങൾ വീഡിയോസ് കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക്